നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ നിന്ന് റിനു ശ്രീധർ ചേരുന്നുണ്ട്. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ഷഹദ് റഹ്മാനും എറണാകുളത്ത് മാർക്കറ്റിൽ നിന്ന് ആൻമരിയയും ചേരും. ഡൽഹിയിലെ INA മാർക്കറ്റിൽ നിന്ന് വിനീത വിജിയും ഈ ഉത്രാട ദിനത്തിലെ ഒരുക്കങ്ങളുടെ വിശദാംശങ്ങളുമായി വാർത്താമഴയിൽ ചേരുകയാണ്. റിനു, തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ അത് ജനനിബിഡമായോ എന്ന ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. എന്താണ് തിരുവനന്തപുരത്തെ ഉത്രാട ദിന വിശേഷങ്ങൾ? വിജയകുമാർ, ഉത്രാടം എത്തി, തിരുവോണം എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. അനന്തപുരി ആവേശത്തിലാണ് ഓണത്തെ വരവേൽക്കുവാൻ. ഞാൻ നിൽക്കുന്നത് ചാല മാർക്കറ്റിന് തൊട്ട് സമീപത്തുള്ള പഴവങ്ങാടിയിലാണ്. നമുക്ക് കാണാൻ ഈ രാമേന്ദ്ര റോഡിലേക്ക് കാണാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലെ തിരക്ക്. ഒരു പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര തിരക്ക്. അല്പസമയം കൂടി കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് തിരക്ക് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനവട്ട ഒരുക്കങ്ങൾ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ്, ഉത്രാടപ്പാച്ചിലാണ്. എല്ലാം വാങ്ങി ഓണം ആഘോഷിക്കുവാനുള്ള ഒരു തിരക്കിലാണ്. അമ്മ, ഓണം എത്തി, എല്ലാം കരുതിയിട്ടുണ്ടോ? പറഞ്ഞോളൂ, എല്ലാം കരുതിയിട്ടുണ്ടോ? പായസമൊക്കെ എത്ര തരാ? രണ്ട് തരം പായസമാണ്. ഓണം അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. വിജയകുമാർ, വലിയ തിരക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ റോഡിൽ വലിയ ആവേശം കൊട്ടിക്കയറി വരുമെന്ന് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് പ്രധാനമായും ചാല മാർക്കറ്റിലും പഴവങ്ങാടിയിലും അതുപോലെ തന്നെ പാളയം കണ്ണിമേര മാർക്കറ്റിലും ഒക്കെയാണ് ഈ ജനത്തിരക്ക് എത്തുന്നത്. മഞ്ഞക്കോടിയും അതുപോലെ തന്നെ മഞ്ഞമുണ്ടും ഷർട്ടും ഒക്കെ തന്നെ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള, ഒപ്പം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കൂട്ടുവാനുള്ള ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് എല്ലാവരും. എന്തായാലും അല്പസമയം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ആവേശം അലതല്ലും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ചേട്ടാ, ഉത്രാട എല്ലാം കരുതിയിട്ടുണ്ടോ? നാളെ തിരുവോണാഘോഷം തീർച്ചയായിട്ടും എല്ലാം വാങ്ങി. എവിടെന്നാ വരുന്നത്? ഞാൻ ഉരുട്ടമ്പലം. എന്തൊക്കെ പ്രത്യേകതയായി ഇപ്രാവശ്യത്തെ ഓണത്തിന് ആഘോഷത്തിൽ? വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും ഇത്തിരി നല്ല ഹാപ്പി പോലെ. ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. വിജയകുമാർ, ഓണത്തെ വരവേൽക്കുവാൻ വേണ്ടി എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ മാർക്കറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരി റിനു, അവിടുത്തെ തിരക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ റിനു നിൽക്കുന്ന ആ സ്ഥലത്തൊന്നും ഒരാൾക്ക് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റുന്ന അവസ്ഥയുണ്ടാവില്ല. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ കാണാം അവിടുത്തെ തിരക്ക്. നമ്മൾ തിരുവനന്തപുരത്ത് നേരെ കോഴിക്കോടേക്ക് പോകുന്നു. മിഠായി തെരുവിൽ നിന്നാണ് ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുന്നത്. ഷഹദ്, ഓണത്തിന് എല്ലാം വാങ്ങിയോ ഷഹദ്? അതോ വാങ്ങാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത് മടങ്ങാം അങ്ങനെ കരുതി ഇവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നു ഷഹദിന്റെ നിൽപ്പ് കണ്ടിട്ട്? വിജയകുമാർ, ആദ്യം തന്നെ ഹാപ്പി അഡ്വാൻസ് ഓണം. മിഠായി തെരുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുക മിഠായി തെരുവിലേക്കാണ്. കാരണം മിഠായി തെരുവിലാണ് കോഴിക്കോടിൻ്റെ ഒരു സ്പന്ദനം അറിയാൻ സാധിക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ആദ്യമേ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു, നമ്മളൊക്കെ ഓണത്തിന് സെറ്റാണ്, ഫുൾ വൈബിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും, അതായത് രാവിലെ ഒന്നും വലിയ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം നല്ല അടിപൊളി തിരക്കിലേക്ക് കോഴിക്കോട് മിഠായി തെരുവ് അതിൻ്റെ യഥാർത്ഥ മുഖത്തിലേക്ക് പോവുകയാണ്. ചെരുപ്പ് കടയിലാകട്ടെ, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കടയിലാകട്ടെ, എല്ലാ കടയിലും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങി. കാരണം രാവിലെയൊക്കെ ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഒന്ന് നിങ്ങൾ ആ സ്റ്റൈലിലൊന്ന് വിളിക്കാം. ഓക്കെ. ഷർട്ടുകളൊക്കെ 350, ഇമ്പോർട്ടഡ് ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ 350 രൂപ കാലൊക്കെ. ഏത് ഷർട്ടിനും ഒരേ വില. അടിക്കുള്ള കാശിൽ ബ്രാൻഡ് ഷർട്ടുകളൊക്കെ മിഠായി ഓഫർ മാറുന്ന ഓണക്കോട് ഓണ സമ്മാനം. ആവശ്യം അടുത്തേക്ക് പോയി. എങ്ങനെയുണ്ട് ഓണം വൈബ്? എങ്ങനെ ഓണം വൈബ്? അടിപൊളി തന്നെ. കച്ചവടം എങ്ങനെ? തന്നെ. മഴ പ്രശ്നമാണോ? അതൊരു പ്രശ്നമില്ല, ഇത്ര ഒരു കുഴപ്പമില്ല. എല്ലാവരും ജനങ്ങൾ അടിച്ചു കയറി വരാണെന്ന്. വരട്ടല്ലേ? അതെ, വരട്ടെ. അതായത് ജനങ്ങളൊക്കെ അടിച്ചു കയറി വരട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മിഠായി തെരുവിൽ വരുമ്പോൾ കാണുന്ന കുറെ അധികം മുഖങ്ങളാണ്. ഇവിടുത്തെ ഒരു കച്ചവടം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വൈബാണ്. കാരണം ഇവർ ആളുകളെ കടയിലേക്ക് വിളിച്ച് കയറ്റുന്ന രീതി, അതുപോലെ തന്നെ ആളുകളെ ക്ഷണിക്കുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്, വൈബാണ്. അതൊക്കെ നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിൽ വന്നാൽ തന്നെ കാണുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കായിരുന്നു. ഇപ്പം മഴയൊക്കെ പൂർണ്ണമായിട്ട് മാറി നിന്നിട്ടുണ്ട്. ഇപ്പം വീണ്ടും മിഠായി തെരുവ് അതിൻ്റെ ആ വൈബിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ എത്തും. അപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകർക്ക് എത്തും. ശരി ഷഹദ്, മിഠായി തെരുവിലാണ് ഷഹദ് തുടരുന്നത്. സാധാരണ കച്ചവടക്കാരൊക്കെ പോരാ, കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ മിഠായി തെരുവിലെ കച്ചവടക്കാർ ഉത്രാട ദിവസം ഉച്ചയായപ്പോഴേക്കും ഗംഭീരമാണ്, നല്ല കച്ചവടമാണെന്ന് വളരെ നിറഞ്ഞ മനസ്സോടെ പറയുന്നുണ്ട്. അത് കൊള്ളാം, നന്നായി നടക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനിയും എറണാകുളത്തേക്കാണ് കോഴിക്കോട്ട് നിന്ന് വരുന്നത്. ആൻമരിയ ചേരുന്നുണ്ട്. രാവിലെ 2-3 തവണ കാര്യമായി മഴ പെയ്തായിരുന്നു എറണാകുളത്ത് പലയിടത്തും. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയുമുണ്ട്. ഇപ്പോഴെന്താണ് ഈ മഴ രാവിലെ പെയ്തതൊക്കെ വിപണിയെയും കച്ചവടക്കാരെ, ഉത്രാടപ്പാച്ചിലിനെ, തിരക്കിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ?
വിജയകുമാർ, രാവിലെ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊന്നും അത് ഓണത്തിനൊരു തടസ്സമായിട്ടുണ്ടാവുകയില്ല. ഉത്രാടപ്പാച്ചിലിന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മഴയൊന്നും തടസ്സമാകുന്നില്ല എന്ന് കാണിക്കുന്നതിനുള്ള തെളിവാണ് ഈ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് മഴ പെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ വെയിലാണെങ്കിൽ പോലും അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്ന് കാണിച്ചുകൊണ്ട് കൊടയൊക്കെ കയ്യിൽ കരുതി മഴക്കോട്ടൊക്കെ ആയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണ ഈ ഓണത്തിന് മാത്രമല്ല എല്ലാ സമയത്തും ഈ രീതിയിലുള്ള തിരക്കുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം മാർക്കറ്റ്. മഴ പെയ്തപ്പോൾ ചെറിയൊരു രീതിയിൽ ആളുകളുടെ ഒരു കുറവുണ്ടെങ്കിൽ പോലും അതൊക്കെ നികത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ആ വെയിലൊക്കെ തെളിഞ്ഞതോടുകൂടി ആളുകൾ വീണ്ടും വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ മേടിക്കുന്ന കാണാം. വലിയ തിരക്ക് പച്ചക്കറികളുണ്ട്. ഒരാൾക്ക് എടുത്തു കൊടുത്തു കഴിയുമ്പോഴത്തേനും ആയിരിക്കും അടുത്തയാൾ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ പയർ മേടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നു. അങ്ങനെ കുറച്ചുപേര് മേടിച്ചിട്ട് പുറകിലേക്ക് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒന്ന് മറന്നു പോകുന്നത്. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ഇപ്പോൾ കുറവാണ്. ഓണത്തിന് തിരക്കായിരുന്നു പറഞ്ഞാൽ ഈ പ്രാവശ്യം ഓണം ഇല്ലായിരിക്കും. കച്ചവടം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് എല്ലാം തുടങ്ങിയ കാരണം മാർക്കറ്റിലേക്ക് ഇപ്പോൾ ആള് വന്നില്ല. കഴിഞ്ഞ വർഷത്തെക്കാളും കുറവാണ്. കഴിഞ്ഞ വർഷത്തിനും കുറവാണ്. ഭയങ്കര കുറവ് ഈ പ്രാവശ്യം. അന്നല്ല വിലയും കുറവാണ് എല്ലാത്തിനും. ആൾക്കാരും അത് കയറുന്നില്ല. അങ്ങനെ ചെറിയൊരു വിഷമമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അത്രയും തിരക്കൊന്നും ഇല്ല. കാരണം ഈ സൂപ്പർ മാർക്കറ്റ് പോലുള്ളതൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും കച്ചവടത്തെ ചെറിയ രീതിയിലൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് എറണാകുളം മാർക്കറ്റിലെ മുഴുവനായിട്ടുള്ള കാഴ്ചകളാണ്. അത് കണ്ടോ, ആളുകളെല്ലാം സാധനങ്ങൾ വിലപേശി മേടിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചേച്ചി, എല്ലാ സാധനങ്ങളും അവരൊക്കെ ചെറിയ ചപ്പലോട് കൂടിയൊക്കെ മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കുകൊണ്ടായിരിക്കും. നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ ആ സമയം കൂടെ അവർക്ക് കടന്നു പോവുകയാണല്ലോ. കാരണം അത്രയധികം തിരക്കിങ്ങനെ വരും മണിക്കൂറുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, ഇതാണ് മൊത്തത്തിൽ എറണാകുളം ജില്ലയുടെ മൊത്തത്തിലുള്ള കാഴ്ച. അത് എറണാകുളം മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് എങ്കിലാണ് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുക. തൃപ്പൂണിത്തുറയിലെ ആവേശവും അവിടുത്തെ തിരക്കുകളും ഒക്കെ റാഫി നമ്മളെ രാവിലെ കാണിച്ചതാണ്. ഇനി വരും മണിക്കൂറുകൾ, അതായത് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം മാർക്കറ്റിലേക്ക് നമുക്ക് അടുക്കാൻ പോലും കഴിയത്തില്ലാത്ത തിരക്കായി. ശരി ആൻമരിയ, അവിടെ വലിയ തിരക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അവിടെ ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. വലിയ തിരക്ക്, റോഡൊക്കെ ആകെ ബ്ലോക്ക് ആവും. ഇന്നലെ വൈകിട്ടൊക്കെ യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിൽ റോഡുകളിൽ വലിയ ഗതാഗത കുരുക്കൊക്കെ അനുഭവപ്പെട്ടതാണ്. ഇപ്പോൾ ഓണത്തിന് ഏതായാലും കാര്യമായ മഴയുണ്ടാവില്ല എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുന്നത്. ഇന്നിപ്പോൾ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമേ യെല്ലോ മുന്നറിയിപ്പുള്ളൂ. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പൊന്നും ഉത്രാട ദിവസമില്ല. നാളെയും ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ കാര്യമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കും. നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. INA മാർക്കറ്റിലാണ് വിനീത VG ഉള്ളത്. ഡൽഹി മലയാളികളുടെ ഓണാഘോഷത്തെ പറ്റി വിനീത അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. വിനീത, ഡൽഹിയിലെ മലയാളികൾ എത്തുന്ന മലയാളികൾക്ക് വേണ്ടതൊക്കെ ഓണക്കോടിയും ഓണവിഭവങ്ങൾ ഒരുക്കാനുള്ള സാധന സാമഗ്രികളും ഒക്കെ എത്തിക്കുന്ന വിപണികളിൽ വലിയ തിരക്കാണോ? എന്താണ് ഡൽഹി മലയാളികളുടെ ഓണപ്രതീക്ഷകളും ആഘോഷവിശേഷങ്ങളും? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷം ഏതാണെങ്കിലും മാർക്കറ്റ് INA എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, പച്ചക്കറികളാകട്ടെ, അതിന് ഈ പഴവർഗ്ഗങ്ങളാകട്ടെ, ഡ്രസ്സാകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് സുലഭമായി ലഭിക്കുന്നത് ഈ INA മാർക്കറ്റിലെ ഉള്ള കടകളിൽ തന്നെയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികളൊക്കെ ഇതിനോടകം തന്നെ മാർക്കറ്റുകളിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നു. വലിയ തിരക്കാണ്. ചേച്ചി മുരിങ്ങയ്ക്കൊക്കെ വാങ്ങിയിട്ട് പോവാണ്. ചേച്ചി, എങ്ങനെയുണ്ട്? സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനങ്ങളൊക്കെ വാങ്ങി, കുഴപ്പമില്ല, നല്ല ഓണാഘോഷിക്കാം. ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ? വീട്ടിൽ പോകുമ്പോൾ മറന്ന് തിരിച്ചു വരേണ്ടി? സാധനമാണ് ഇപ്പൊ വാങ്ങിയിരിക്കുന്നത്, മുരിങ്ങയ്ക്ക. ബാക്കി എല്ലാം വാങ്ങിച്ചു. അവിയൽ സാമ്പാറൊക്കെ മുരിങ്ങയ്ക്കില്ലാണ്ട് എങ്ങനെയുണ്ട്? അതെ. എങ്ങനെയുണ്ട്? നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല? നാട്ടിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം പോയിട്ട് വന്നേ ഉള്ളൂ. ഇനി ഓണം കഴിഞ്ഞു പോകും. ഓണം നമ്മള് നാട്ടില് എത്താൻ പറ്റിയില്ലെന്നുള്ളൊരു വിഷമം ഇവിടെ നിന്ന്? ഞങ്ങള് കൂടുതലും ഇവിടെയാണ് വളർന്നത്. കല്യാണം കഴിഞ്ഞ് വന്ന് 10-32 വർഷമായി. ഇപ്പോൾ അവിടെ കൂടുതലും നാട്ടിൽ അല്ല, ഇവിടെയാണ് കൂടുതൽ വളർന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഇവിടെ ഇവിടെ കിട്ടും. ഇവിടെ എല്ലാം കിട്ടും. എല്ലാത്തരം പച്ചക്കറികളും. ഒരു കുറവില്ലാണ്ട് അങ്ങനെ ഓണം ഒരു കുറവില്ലാണ്ട് ഓണം ആഘോഷിക്കേണ്ട എന്നും ഓണാണെന്ന് പറയാം. നമ്മൾ ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 1-2 ദിവസം കൊണ്ടല്ല, നമുക്കിങ്ങനെ അസോസിയേഷനുകളുടെ ഓണമുണ്ട്, മലയാളി കൂട്ടായ്മകളുടെ ഓണമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആഘോഷത്തിൽ ഹാപ്പി ഓണം. തീർച്ചയായും വിജയകുമാർ, ഇതാണ് നമ്മുടെ INA മാർക്കറ്റിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ, അതിൽ കൂടുതലും പച്ചക്കറികളൊക്കെ കേരളത്തിൽ നിന്നൊക്കെ തന്നെയാണ് എത്തുന്നത്. അങ്ങനെയുള്ള പച്ചക്കറികൾ, ഈ ഉപ്പേരികൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ മാർക്കറ്റുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊരു വെയിലുണ്ട്. ഒരു പക്ഷേ ഒരല്പ സമയം കൂടി കഴിയുമ്പോൾ കൂടുതൽ ആളുകളൊക്കെ എത്തിച്ചേരും. ചേട്ടാ, എങ്ങനെ പച്ചക്കറിയൊക്കെ ഓക്കെ? ഓക്കെ, എല്ലാം ഉണ്ട്, നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ശരി വിനീത, എന്തായാലും അവിടെ ഡൽഹിയിൽ INA മാർക്കറ്റിലാണ്. അവിടെയും നല്ല കച്ചവടം. മലയാളികളൊക്കെ അവിടെ കൂട്ടമായി എത്തി സാധന സാമഗ്രികളൊക്കെ വാങ്ങി വീടുകളിലേക്ക് പോവുകയാണ്. ഡൽഹി മലയാളികളും ഓണം ആഘോഷിക്കാൻ ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്.